ഇവിടെ ഗൗരവമുള്ള പ്രശ്നം ന്യൂനപക്ഷത്തിന് നേരെ നടന്നുകൊണ്ടിരിക്കുന്ന ഹിന്ദുത്വ അജണ്ട വെച്ചുകൊണ്ടുള്ള കടന്നാക്രമങ്ങളാണ്. ഇന്ത്യയിലുടനീളം, കേരളം ഒഴിച്ച്. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സംസ്ഥാനം കേരളമാണ്. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതിന്റെ മുൻപന്തിയിൽ നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ ശക്തികളും മതനിരപേക്ഷതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാവലാളായി നിൽക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് കേരളത്തിൽ അവരാഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ നിർവഹിക്കാൻ സാധിക്കാതെ. നമ്മളിവിടെ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം RSSഉം സംഘപരിവാർ വിഭാഗവും അവരുടെ ആഭ്യന്തര ശത്രുക്കളായിട്ട് കാണുന്ന 3 വിഭാഗമാണ്. അതിലൊന്ന് മുസ്ലിമാണ്, 2 ക്രിസ്ത്യാനിയാണ്, 3 കമ്മ്യൂണിസ്റ്റുകാരാണ്. ഈ 3 ആഭ്യന്തര ശത്രുക്കൾ എന്ന നിലയിൽ ഇല്ലാതാവണം എന്നും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഗോൾവാൾക്കർ തന്നെയാണ് മുമ്പോട്ടേക്ക് വെച്ച നിർദ്ദേശം. അതിപ്പോൾ തുടരുകയാണ്. ഇപ്പോൾ ഛത്തീസ്ഗഡിലായാലും UPയിലായാലും മഹാരാഷ്ട്രയിലായാലും കർണാടകത്തിലായാലും ഒഡീഷയിലായാലും ആസാമിലായാലും മണിപ്പൂരിലായാലും അവിടെയെല്ലാം ന്യൂനപക്ഷ വേട്ട, ക്രിസ്ത്യാനികൾക്കെതിരായിട്ടുള്ള കടന്നാക്രമം, അതും രാജ്യദ്രോഹ കുറ്റം ചുമത്തി എങ്ങനെ മുന്നോട്ടേക്ക് പോകാനാവും എന്ന പരീക്ഷണത്തിലാണ് അവരുള്ളത്. കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തത് ഇപ്പോഴും താൽക്കാലികമായി ജാമ്യം കിട്ടി എന്നുള്ളതുകൊണ്ട് മാത്രം പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല. NIAയുടെ കേസിന്റെ പരിധിയിലേക്ക് എങ്ങനെയാണ് ആ കേസ് കൊണ്ടുവരിക എന്നതിന്റെ ഗവേഷണമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബഞ്ചരികകൾ ഉൾപ്പെടെയുള്ള സംഘപരിവാർ വിഭാഗങ്ങൾ അതിശക്തിയായ രീതിയിലാണ് ഈ ന്യൂനപക്ഷ വേട്ട നേതൃത്വപരമായ പങ്കോടുകൂടി നയിക്കുന്നത്. അതിന് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും പൂർണ്ണമായ പിന്തുണയുണ്ട്. അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള കടന്നാക്രമത്തെ ഏതെങ്കിലും രീതിയിൽ സോപ്പിട്ട്, അങ്ങനെയാണല്ലോ കേക്കെല്ലാമായിട്ട് പോയി രക്ഷപ്പെട്ടാം എന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ധര ഒന്നും പ്രാവർത്തികമാകാൻ പോകുന്നില്ല എന്നത് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അവർക്ക് മനസ്സിലാവും എന്ന് മാത്രമേ അത് സംബന്ധിച്ച് ഉദ്ദേശിക്കുന്നു. അവർക്ക് മൃദു സമീപനം ഉണ്ടാകാനുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. അതൊന്നും ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല. അതവരുടെ നിലനിൽപ്പ്, അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ എല്ലാം ചേർത്തുകൊണ്ടാണ്. ഏതെങ്കിലും രാഷ്ട്രീയമായ കാരണങ്ങളാണ് എന്ന് ഞാൻ കരുതുന്നില്ല. കന്യാസ്ത്രീകളുടെ വേഷം തന്നെ ധരിക്കാനാവാത്ത സാഹചര്യം നിലനിൽക്കുന്നുവെന്നാണ് അവർ തന്നെ പറയുന്നത്. അപ്പോൾ പിന്നെ അതിന്റെ അപ്പുറമൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. അതിശക്തിയായ കടന്നാക്രമമാണ്. ഇന്നലെ ഷോൺ ജോർജ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ക്രൈസ്തവ സഭകൾ സംസ്ഥാനത്ത് വിവിധ ഇടങ്ങളിൽ നടത്തിയ പ്രതിഷേധങ്ങളിൽ SDP നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്നാണ്. അത് എല്ലാ വർഗീയ ശക്തികളും അപകടം. SDP ഉണ്ട്, ജമാഅത്തെ ഇസ്ലാമി ഉണ്ട്, കാസി ഉണ്ട്, വർഗീയ നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി സംഘടനകളുണ്ട്. അവരെല്ലാം പ്രതിനിധീകരിക്കുന്നത് ഭൂരിപക്ഷ വർഗീയതയായാലും ന്യൂനപക്ഷ വർഗീയതയായാലും അപകടകരമായ കാര്യമാണ്. ഒരു വർഗീയതയെ മറ്റൊരു വർഗീയത കൊണ്ട് പരസ്പരം ഇല്ലായ്മ ചെയ്യാൻ സാധിക്കില്ല. ഓരോ വർഗീയതയും പരസ്പരം ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ആ കാര്യം തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും. അല്ല, അതൊക്കെ കൃത്യമായിട്ട് മന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. കേരളീയ സമൂഹം ഫ്യൂഡൽ സംസ്കാരത്തിന്റെ ആശയ തലത്തിൽ നിന്നും നല്ലതുപോലെ മുന്നേറിയിട്ടുള്ള ഒരു ജനതയുടെ ആവാസ കേന്ദ്രമാണ്. അതിന്റെ തന്നെ ഫലമായി ജാതി വ്യവസ്ഥയുടെ ജീർണത നല്ലതുപോലെ കുറഞ്ഞു വന്നിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു നാട്ടിൽ എല്ലാറ്റിനെയും ജാതി അടിസ്ഥാനപ്പെടുത്തി, പ്രത്യേകിച്ച് പട്ടികജാതി, പട്ടികവർഗം, സ്ത്രീ, ഈ വിഭാഗത്തെ പ്രത്യേകമായിട്ട് പരിഗണിക്കുന്ന രീതിയിലേക്ക് കൈകാര്യം ചെയ്യേണ്ട കാര്യമില്ല. അടൂർ ഗോപാലകൃഷ്ണൻ എന്തൊക്കെയാണ് ഉദ്ദേശിച്ചതെന്ന് അദ്ദേഹം ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഉറപ്പായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്ന കാര്യം, ഫ്യൂഡൽ ജീർണതയുടെ ഭാഷാപരമായ ഉള്ളടക്കത്തോടു കൂടി തന്നെയാണ് ഇങ്ങനെയുള്ള പലരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ജനാധിപത്യ സമൂഹത്തിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ നീതികേടാണ് എന്നാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്.
തിരുവനന്തപുരത്ത് DCC നേതാവ് വ്യാജ രേഖ ചമച്ചിട്ട് വസ്തു ഭൂമി തട്ടിയെടുക്കും. സമാനമായ കേസുകൾ നിരന്തരം ഉണ്ടാവും. പക്ഷേ ഈ കേസിലൊന്നും നേതൃത്വം അവരെ തള്ളി പറയുന്നില്ല ഇതുവരെ. ഇന്നേ അവരെ അങ്ങനെ തള്ളി പറയാറില്ല. ലീഗുകാരും യൂത്ത് ലീഗുകാരും യൂത്ത് കോൺഗ്രസുകാരും ഒക്കെ ഭൂമി തട്ടിപ്പ് ഉൾപ്പെടെ ഇപ്പോൾ ചൂരൽമലയിലെ പാവപ്പെട്ട മനുഷ്യർക്ക് ആശ്വാസം നൽകുമെന്ന് പറഞ്ഞുകൊണ്ട് പിരിച്ച പണവും അത് അടിസ്ഥാനപ്പെടുത്തിയിട്ട് അവർ വാങ്ങിയ സ്ഥലവും അതിന്റെ ഭാഗമായിട്ടുള്ള അഴിമതിയും ഒക്കെ പുറത്തു വന്നിരിക്കുകയാണല്ലോ. ആരാ അതിനോടെല്ലാം പ്രതികരിച്ചത്? ഏത് നേതൃത്വമാണ് അതിനെ ശക്തിയായിട്ട് തീർത്തത്? ഇപ്പോൾ ബാങ്ക് തട്ടിപ്പ് ഉൾപ്പെടെയുള്ള നിരവധി തട്ടിപ്പുകളുണ്ട്. ലഹരി ഉപയോഗിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. അത് ലീഗായാലും ഉണ്ട്, യൂത്ത് ലീഗായാലും ഉണ്ട്, കോൺഗ്രസ് ആയാലും ഉണ്ട്, യൂത്ത് കോൺഗ്രസ് ആയാലും ആരും അതിനെതിരായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കാൻ തയ്യാറില്ല. ഓരോരാള് അവരവരുടെ കഴിവിനനുസരിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോകുന്നു എന്നുള്ളതാണ് സത്യം. അത് പൊതുസമൂഹം കാണുന്നുണ്ട്. പൊതുസമൂഹം ഇതിനെല്ലാം എതിരായ ശരിയായ ധാർമ്മികമായ നിലപാട് സ്വീകരിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. പോലീസിന്റെ കാവലിലാണ് മദ്യപിക്കുന്നത്.